2002 നവംബർ 17 മുതൽ 2003 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യ പൂജകനായി ശബരീശ സന്നിധിയിൽ എത്തിയത് മാവേലിക്കര ചെന്നിത്തല കുറിയിടത്തില്ലം ബ്രഹ്മശ്രീ എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു. മാളികപ്പുറത്തമ്മയുടെ സവിധത്തിങ്കൽ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ. സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല മാളികപ്പുറം മേശാന്തിയായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം അറിയുന്നത് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ഇരിക്കുമ്പോഴായിരുന്നു. ആ സമയം എൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ടായി. മാളികപ്പുറത്തമ്മയെ സേവിക്കാൻ ഒരു വർഷക്കാലം നമുക്കവിടെ നിയോഗമുണ്ടായത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ശബരിമല മാളികപ്പുറം മേശാന്തി എന്ന് പറഞ്ഞാൽ അതൊരു മഹത്തായ ഒരു പദവിയാണ്. ശബരിമല മേശാന്തിയോടൊപ്പം തന്നെ അവിടെ പുറപ്പെടാശാന്തിയായി ഞാൻ ആണ് അവിടെ പുറപ്പെടാശാന്തിയായിട്ട് ആദ്യം ഒരു വർഷക്കാലം താമസിച്ച് തുടങ്ങുന്നത്. ഇപ്പം സ്ഥിരമായിട്ട് അവിടെ പുറപ്പെടാശാന്തിയാണ്. പിന്നെ മാളികപ്പുറത്തെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭഗവതി തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെ ഭക്തജനങ്ങൾ മഞ്ഞൾ, കുങ്കുമം, പനനീര്, പട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ധാരാളമായി കൊണ്ടുവരും. അവരൊരു വർഷക്കാലം ഇവിടെ കൊണ്ടുവന്ന് പൂജിക്കുന്നതായ വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. പട്ടുസാരി, ഒരു സാരി കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തേക്കാം, എൻ്റെ മകളുടെ കല്യാണം നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹം നടക്കും. പിറ്റേ വർഷം അവർ വരുമ്പോൾ ആ സാരിയും കൊണ്ടാണ് വരുന്നത്. അതുപോലെ സന്താനഭാഗ്യത്തിനും മാളികപ്പുറത്തമ്മ വളരെ അനുഗ്രഹീതയാണ്. ഞാൻ ശബരിമല ചാർജ് എടുക്കുമ്പോൾ പല ഭക്തജനങ്ങളും അയ്യപ്പന്മാരും നമ്മുടെ അടുത്ത് വന്ന് ഈ വിവരങ്ങൾ പറയുകയും അവിടെ ഈ തൊട്ടിൽ കെട്ടുക എന്നൊരു വഴിപാടുണ്ട്. തൊട്ടിൽ, ചെറിയ തടി കൊണ്ടുണ്ടാക്കിയ തൊട്ടിൽ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടും. ആ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പിറ്റേ ആ അയ്യപ്പന്മാരവിടെ വന്നു കഴിയുമ്പോൾ പറയും ഞങ്ങൾക്ക് സന്തതികളുണ്ടായി എന്നുള്ള വിവരം ഈ ഒരു വർഷത്തിനകം തന്നെ അവർ വന്ന് പറയാറുണ്ട്. പിന്നെ ദിവസവും വൈകുന്നേരം അവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നതായ മുറിക്കകത്ത് ഭഗവതി സേവ എന്നൊരു ചടങ്ങുണ്ട്. അതും ഈ ദുർഗാഭഗവതിയെയാണ് പൂജിക്കുന്നത്. അത് പ്രത്യേകം പത്മമിട്ട് വിളക്ക് വെച്ച് നമ്മുടെ സഹായികളും എല്ലാവരും കൂടി ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിച്ച് പുഷ്പാഞ്ജലി നടത്തും. അത് ഭഗവതി സേവ, അത് പല അയ്യപ്പഭക്തന്മാരുടെയും വഴിപാടായിട്ട് നടക്കാറുണ്ട്. അങ്ങനെ ശബരിമല മാളികപ്പുറം മേശാന്തിയായി ഒരു വർഷം സേവനമനുഷ്ഠിച്ച എനിക്ക് അവിടെ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്, അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷക്കാലം അവിടെ പൂജ കഴിക്കുന്നതിനിടയ്ക്ക് നമുക്ക് മറ്റ് ബുദ്ധികെട്ടുകളൊന്നും വന്നിട്ടില്ല. ഒരു നേരത്തെ പൂജ നമ്മൾ കഴിക്കാൻ പറ്റാതെ വില വരുവോ വാലാമ വരുവോ അങ്ങനെയുള്ളതൊന്നും വന്നില്ല. ഈ ഒരു വർഷക്കാലവും സന്നിധാനത്ത് അയ്യപ്പ ദർശനവും നടത്താറുണ്ട്. മാളികപ്പുറത്ത് നിന്ന് ദിവസവും രാവിലെയും വൈകിട്ടും സന്നിധാനത്ത് പോയി അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുതതിന് ശേഷം ആയിരിക്കും ബാക്കി പൂജകൾ മാളികപ്പുറത്ത് വന്ന് നടത്താറുള്ളത്. മാളികപ്പുറത്തെ നട മകരവിളക്ക് കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ താക്കോല് ശബരിമല ധർമ്മശാസ്താവിൻ്റെ പീഠത്തിലാണ് സമർപ്പിക്കുക. പിറ്റേ മാസപൂജയ്ക്ക് നട തുറക്കാനാവുമ്പോൾ ഞാൻ മാളികപ്പുറത്തു നിന്ന് കുളിച്ച് റെഡിയായി സന്നിധാനത്ത് ചെന്ന് കഴിഞ്ഞാൽ സന്നിധാനം മേശാന്തിയും ഞാനും കൂടെ പ്രദക്ഷിണമായിട്ട് വന്ന് സന്നിധാനം മേശാന്തി നട തുറന്ന് ശ്രീകോവിലിൽ പ്രവേശിച്ച് വിളക്കുകളെല്ലാം കത്തിച്ചതിന് ശേഷം ആ പീഠത്തിൽ നിന്ന് താക്കോലും ഒരു പിടി ഭസ്മവും കൂടെ നമ്മുടെ കയ്യിലേക്ക് തരും. നമ്മളത് വാങ്ങിച്ച് ഭക്തിപുരസരം മാളികപ്പുറത്തേക്ക് വന്നിട്ടാണ് മാളികപ്പുറത്തെ നട തുറക്കുക. അതുപോലെ 5 ദിവസത്തെ പൂജ കഴിഞ്ഞാൽ ഈ താക്കോല് വീണ്ടും ശബരിമല ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിനകത്താണ് സൂക്ഷിക്കുന്നത്. മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിൻ്റെ താക്കോല് ശബരിമല ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിനകത്താണ് സൂക്ഷിക്കുന്നത്. എല്ലാ മാസവും നമ്മളത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് വേണം നട തുറക്കാൻ. അവരോധ ചടങ്ങ് നടക്കുന്ന സമയത്ത് തന്ത്രി അദ്ദേഹം കലശം പൂജിച്ച് നമ്മുടെ ശിരസിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് അന്നേരത്തെ ആ ഒരു അനുഭവം ദേവലോകത്ത് നിൽക്കുന്നതായ ഒരു അനുഭവമാണ്, ആ ഒരു അനുഭൂതിയാണ്. അത് ജീവിതത്തിൽ കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. മാളികപ്പുറത്തെ ദുർഗാസങ്കല്പത്തിലാണ് അവിടുത്തെ പൂജാവിധികൾ,
തന്ത്രി നമുക്ക് ഉപദേശം തന്നിരിക്കുന്നത്. അപ്പം ദുർഗയായിട്ടുള്ള പൂജയാണ് അവിടെ നടത്തി വരുന്നതും. ശംഖുചക്ര ഗദാപത്മമായിട്ടുള്ള ദുർഗയായിട്ടാണ് പൂജ കഴിക്കുന്നത്. പിന്നെ അവിടെ മകരവിളക്കിന് കഴിഞ്ഞാൽ അവിടെ ഗുരുതി വഴിപാട് നടത്താറുണ്ട്. ദുർഗാ ഭഗവതിക്ക് സാധാരണ ഗുരുതി അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അവിടുത്തെ ശബരിമലയിലെ ഗുരുതി നടക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മലദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് മലനടയുണ്ട്. തൊട്ട് പുറകുവശത്ത് മലനടയുണ്ട്. മലദൈവങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ മണിമണ്ഡപത്തിൻ്റെ മുമ്പിലായിട്ട്. അവിടാണ് ഗുരുതി നടത്തുന്നത്. അത് കുറുപ്പന്മാരാണ്. കുറുപ്പ് അവരുടെ കുടുംബത്തേക്കുള്ള അവകാശമാണ് കുറുപ്പിൻ്റെ. അവരാണ് ഗുരുതി നടത്തുന്നത്. അത് മാളികപ്പുറത്തും ശബരിമലയും നട അടച്ചതിന് ശേഷമാണ് ഗുരുതി അവിടെ നടക്കാറുള്ളത്. പഴയ കാലത്ത് ഗുരുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ മനുഷ്യവാസം പാടില്ലെന്നാണ് പഴയ കാലങ്ങളിൽ പറഞ്ഞ് കേട്ടിരിക്കുന്നത്. കാരണം അയ്യപ്പൻ യോഗനിദ്രയിലാണെന്നും ആ നിദ്രയ്ക്ക് ഭംഗം വരാതിരിക്കുന്നതിന് മനുഷ്യൻ്റെ സാന്നിധ്യം അവിടെ പാടില്ലെന്നുമാണ് പഴയ കാലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ഡലകാലത്ത് മണ്ഡലവ്രതശുദ്ധിയോടുകൂടി വരുന്നതായ അയ്യപ്പന്മാർ അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ ഏത് കാര്യങ്ങൾ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാലും അയ്യപ്പൻ നടത്തി കൊടുക്കും. ശബരിമല അയ്യപ്പന് ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. അത് സംസാരശേഷിയില്ലാത്തതായ കുട്ടികൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അയ്യപ്പൻ്റെ മുമ്പിൽ വന്ന് ദർശനം നടത്തി കഴിഞ്ഞാൽ സംസാരിക്കും, വർത്തമാനം പറയും. അങ്ങനെ 18-ാം പടി ചവിട്ടി മുകളിൽ വരുന്ന അയ്യപ്പന്മാർക്ക് അവിടെ നിന്നും മലയിറങ്ങി പമ്പയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ശബരിമല പോകണം എന്നുള്ള ഒരു ആകാംക്ഷ വരത്തക്ക രീതിയിലുള്ള ഒരു അനുഭവമാണ് സന്നിധാനത്ത് എല്ലാ സ്വാമിമാർക്കും കിട്ടുക. മാളികപ്പുറം മേശാന്തിയായി ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് കിട്ടുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു വലിയ കുടുംബ സുഹൃതം. കാരണവന്മാരുടെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹത്താൽ അങ്ങനൊരു അനുഭവം നമുക്ക് ഉണ്ടായി. ശബരിമല മണ്ഡലകാലം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൃശ്യമാസം തുടങ്ങി ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തന്മാർ ശബരിമല ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൻ തിരക്കുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശബരിമല ധർമ്മശാസ്താവിൻ്റെ നാമധേയത്തിലും മാളികപ്പുറത്തമ്മയുടെ നാമധേയത്തിലും ഈ വരുന്ന ലക്ഷോപലക്ഷം അയ്യപ്പഭക്തന്മാർക്കും മാളികപ്പുറത്തമ്മയുടെ അനുഗ്രഹവും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.